ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് റെഡ്മി നോട്ട് 11T 5G എന്ന ഡിവൈസിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്നലെയാണ് ഈ ഒരു ഡിവൈസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. എനിവേ നമുക്ക് ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ്ലി ഈ ഒരു ഡിവൈസിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.6 ഇഞ്ചാണ് ഡിസ്പ്ലേ സൈസ് വരുന്നത്. ഫുൾ HD+ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന LCD പാനലാണ് ഈ ഒരു ഡിവൈസിന് കൊടുത്തിരിക്കുന്നത്. ഡിസ്പ്ലേയിൽ നമുക്ക് 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 240 ഹെർട്സ് ടച്ച് സാമ്പിളിംഗ് റേറ്റും ഡിവൈസിന് കൊടുത്തിട്ടുണ്ട്. 1080x2400 പിക്സൽസ് ആണ് സ്ക്രീൻ റെസൊല്യൂഷൻ. 399 പിക്സൽ പെർ ഇഞ്ച് ഡെൻസിറ്റിയും അവൈലബിൾ ആണ്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ ഒരു സെൻട്രൽ പഞ്ച് ഹോൾ കട്ടാണ് കൊടുത്തിരിക്കുന്നത്. 195 ഗ്രാംസ് ആണ് ഈ ഒരു ഡിവൈസിൻ്റെ ബോഡി വെയ്റ്റ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡിവൈസാണ്. ലൈറ്റ് വെയ്റ്റ് ആണെന്നും അതുപോലെ തന്നെ ഓവർ വെയ്റ്റ് ആണെന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരു മീഡിയം ലെവൽ റേഞ്ചാണ് വരുന്നത്. ഗൊറില്ല ഗ്ലാസ് 3യുടെ സപ്പോർട്ടാണ് ഈ ഒരു ഡിവൈസിൽ നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ IP53 റേറ്റിംഗും കൊടുത്തിട്ടുണ്ട്. പെർഫോമൻസിലേക്ക് വരുമ്പോൾ മീഡിയാടെക്കിൻ്റെ ഡയമൻസിറ്റി 810 എന്ന ചിപ്സെറ്റാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. 5G കേപ്പബിൾ ചിപ്സെറ്റാണ്. ഒരു 6nm പ്രോസസ്സറാണ്. അത്യാവശ്യം 5G ബാൻഡുകളും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസാണ് നോട്ട് 11T എന്ന ഡിവൈസ്. ആൻഡ്രോയിഡ് 11 ബേസ് ചെയ്തിട്ടുള്ള ഷോമിയുടെ MIUI 12.5 ആണ് ഈ ഒരു ഡിവൈസിൽ നമുക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് ലഭിക്കുന്നത്. മാലി G57 MC2 ആണ് GPU. ഈ ഒരു സ്മാർട്ട് ഫോൺ 3 വേരിയൻസിലാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ബേസ് വേരിയൻറ്റ് 6GB RAM ആൻഡ് 64GB സ്റ്റോറേജ് ആണ്. അതുപോലെ തന്നെ മിഡിൽ വേരിയൻറ്റ് 6GB RAM ആൻഡ് 120GB സ്റ്റോറേജ് ആണ്. ടോപ്പ് വേരിയൻറ്റ് നമുക്ക് ലഭിക്കുന്നത് 8GB RAM ആൻഡ് 120GB സ്റ്റോറേജ് ആണ്. ഇൻറ്റേർണൽ സ്റ്റോറേജ് നമുക്ക് 1TB വരെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ റാം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. അപ് ടു 3GB വരെ റാം എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ഒരു ഡിവൈസിന് കൊടുത്തിട്ടുണ്ട്. UFS 2.2 സ്റ്റോറേജ് ടൈപ്പാണ് റെഡ്മി നോട്ട് 11T 5G എന്ന ഡിവൈസിൽ നമുക്ക് ലഭിക്കുന്നത്. ഇനി ക്യാമറയെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡുവൽ ക്യാമറ സെറ്റപ്പാണ്. 50 മെഗാപിക്സലാണ് പ്രൈമറി സെൻസർ വരുന്നത്. f1.8 അപ്പർച്ചർ. ഒപ്പം 8 മെഗാപിക്സൽ അൾട്രാ വൈഡ് ലെൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡിവൈസിൽ 1080p വീഡിയോസ് 30-60 FPS ഷൂട്ട് ചെയ്യാൻ സാധിക്കും. 4K സപ്പോർട്ടഡ് അല്ല. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ 16 മെഗാപിക്സൽ സിംഗിൾ സെൽഫി ക്യാമറയാണ്. f2.5 ആണ് അപ്പർച്ചർ. ഇനി ഈ ഒരു ഡിവൈസിൻ്റെ ബാറ്ററി ചാർജിങ് സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. ഡീസൻ്റ് ആയിട്ടുള്ള ബാറ്ററി ഉണ്ട്. അതുപോലെ തന്നെ 33 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് ഈ ഒരു ഡിവൈസിന് കൊടുത്തിരിക്കുന്നത്. ഏകദേശം 100% നമുക്ക് 1 മണിക്കൂറിനകം ചാർജ് ചെയ്യാമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. കുഴപ്പമില്ലാത്തൊരു ഫാസ്റ്റ് ചാർജിങ് ഈ ഒരു ഡിവൈസിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ USB Type-C പോർട്ടാണ് വരുന്നത്. 3.5mm ഹെഡ്ഫോൺ ജാക്ക് ഈ ഒരു ഡിവൈസിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് ഈ ഒരു ഡിവൈസിന് വരുന്നത്. അക്വാമറൈൻ ബ്ലൂ, സ്റ്റാർ ഡസ്റ്റ് വൈറ്റ്, മാറ്റ് ബ്ലാക്ക് എന്നിങ്ങനെ 3 കളർ വേരിയൻസിലാണ് റെഡ്മി നോട്ട് 11T എന്ന ഡിവൈസ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഡിവൈസിൻ്റെ ഫീച്ചേഴ്സ്. ഇനി നമുക്ക് പ്രൈസ് നോക്കാം. ബേസ് വേരിയൻറ്റ് 6GB 64GB വേരിയൻറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് 16,999 രൂപയ്ക്കാണ്. പക്ഷേ ഒരു ഇൻട്രൊഡക്ടറി പ്രൈസ് കട്ട് എന്ന നിലയ്ക്ക് ഏകദേശം 1000 രൂപ നമുക്ക് ഈ ഒരു ഡിവൈസിന് ആദ്യം നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓഫർ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം ICICI ബാങ്ക് കാർഡൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു 1000 രൂപയും നമുക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ നമുക്ക് ഏകദേശം 2000 രൂപ പ്രൈസ് കട്ടിൽ ഇൻട്രൊഡക്ടറി ആയിട്ട് നമുക്ക് ഈ ഒരു ഡിവൈസ് വാങ്ങാൻ സാധിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബേസ് വേരിയൻ്റ് ഏകദേശം 15000 രൂപയ്ക്ക് നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. മിഡിൽ വേരിയൻ്റ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏകദേശം 18000 രൂപയാണ്. ആ ഒരു വേരിയൻ്റ് ഏകദേശം 16000 രൂപക്കും ടോപ്പ് വേരിയൻ്റ് ഏകദേശം 20000 രൂപയാണ്. അത് ഏകദേശം 18000 രൂപയ്ക്ക് നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ബേസ് വേരിയൻ്റ് ഒരു 15000 രൂപയ്ക്ക് നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഡിവൈസ് തന്നെയാണ് റെഡ്മി നോട്ട് 11T. ഒരു ഫുൾ HD+ ഡിസ്പ്ലേ വിത്ത് 90 ഹെർട്സ് റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. ഡയമൻസിറ്റി 810 പ്രോസസ്സർ. അത്യാവശ്യം ഗെയിമിങ്ങിനൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു പ്രോസസ്സർ തന്നെയാണ് ഡയമൻസിറ്റി 810. ക്യാമറ ഈസ് ആൻ ആവറേജ്. അതുപോലെ തന്നെ ബാറ്ററി ചാർജിങ് സെക്ഷനൊക്കെ ഓക്കെയാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ ബേസ് വേരിയൻ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഡിവൈസ് തന്നെയാണ്. റെഡ്മി നോട്ട് 11T 5G എന്ന ഡിവൈസിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വരുന്ന December 7th. അപ്പോൾ ഗൈസ്, ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.